കോഴിക്കോട് സ്വകാര്യ ബസ് ഡ്രൈവറിൽ നിന്നും MDMA പിടികൂടി. കാൽനടക്കാരായ 2 സ്ത്രീകളെ ഇടിച്ചിട്ട ശേഷം നിർത്താതെ പോയ ബസ് ഡ്രൈവറിൽ നിന്നാണ് MDMA പിടികൂടിയത്. കോഴിക്കോട് വേങ്ങര റൂട്ടിൽ സർവീസ് നടത്തുന്ന BSR ബസിന്റെ ഡ്രൈവർ മുഹമ്മദാണ് പിടിയിലായത്. ശിവദാസ് കന്മനമാണ് വിവരങ്ങളുമായി ചേരുന്നത്. ശിവദാസ്, 2 യാത്രക്കാരെ ഇടിച്ചിട്ട ശേഷം പോയ ഇയാളെ പിടികൂടുന്ന ഘട്ടത്തിലാണോ ഇയാളിൽ നിന്നും ഇത്തരം വസ്തുക്കൾ പിടിച്ചെടുത്തത്? ഗൗതം, ഇന്ന് രാവിലെയാണ് പ്രതിയെ പിടികൂടിയത്. പക്ഷേ ഈ സംഭവം ഉണ്ടായത് ഇന്നലെയാണ്. കോഴിക്കോട് വേങ്ങര റൂട്ടിൽ സർവീസ് നടത്തുന്ന BSR ബസിന്റെ ഡ്രൈവർ ആയ മുഹമ്മദ് അനസിനെയാണ് പോലീസ് പിടികൂടിയത്. അതായത് ഇന്നലെ ഇതുവഴി സർവീസ് നടത്തുമ്പോൾ 2 സ്ത്രീകളെ ഈ ഡ്രൈവർ ഇടിച്ചിട്ട് പോയിരുന്നു. പക്ഷേ ബസ് ആ സമയത്ത് തന്നെ ആ നാട്ടുകാർ പ്രതിഷേധിച്ചിരുന്നെങ്കിലും ആ സമയത്ത് ബസ് നിർത്താതെ പോവുകയായിരുന്നു. പിന്നീട് വൈകിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി ലഭിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷിച്ചത്. അതിനുശേഷമാണ് ഡ്രൈവറെ പിടികൂടിയത്. ഈ പിടികൂടുമ്പോൾ പരിശോധിച്ചപ്പോഴാണ് ഈ ഡ്രൈവറുടെ കൈവശം ഇത്തരത്തിൽ MDMA പോലീസ് കണ്ടെത്തുന്നതും. ഏകദേശം 0.12 ഗ്രാം MDMA ആണ് ഇയാളിൽ നിന്നും കണ്ടെടുത്തത്. അതുകൊണ്ട് തന്നെ നിലവിൽ ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. കാരണം ഈ MDMA എവിടെ നിന്ന് ലഭിച്ചു, ഇതിൻ്റെ ഉറവിടം എവിടെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ. അതോടൊപ്പം തന്നെ ഈ ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും സംഘത്തിന് കൂടുതൽ പേർക്ക് ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടായിട്ടുള്ളൂ എന്ന കാര്യമൊക്കെ തന്നെ പോലീസ് ഇപ്പോൾ അന്വേഷിച്ചു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് മലപ്പുറത്ത് പൊന്നാനിയിലും ഇത്തരത്തിൽ 2 പേരിൽ നിന്നും ലഹരി പിടികൂടിയിട്ടുണ്ട്. പൊന്നാനി ചമ്രോട്ടം സ്വദേശികളാണ് ഈ 2 പേർ. ഒരു ചെരുപ്പുകടയുടെ മറവിലായിരുന്നു ഇത്തരത്തിൽ 2 പേരെ പോലീസ് പിടികൂടിയത്. ചെരുപ്പുകടയുടെ മറവിൽ ലഹരി വിൽക്കുന്ന സംഘത്തെയാണ് പോലീസ് പിടികൂടിയത്. ചെരുപ്പുകട കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തുന്ന പൊന്നാനി സ്വദേശികളായ വളപ്പിൽ അൻസാർ, കൂട്ടുപ്രതിയായിട്ടുള്ള മറ്റൊരു അച്ചുവീട്ടിൽ അൻസാർ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. അതായത് ഇങ്ങനെ മലപ്പുറം ജില്ലയിൽ കോഴിക്കോട് വേങ്ങര റൂട്ടിൽ ഓടുന്ന ബസ് ഡ്രൈവറിൽ നിന്നാണ് MDMA ഉൾപ്പെടെയുള്ള മയക്കുമരുന്ന് വസ്തുക്കൾ പിടികൂടിയത്. മലപ്പുറത്ത് നിന്നും ശിവദാസ് കന്മനമാണ് വിശദാംശങ്ങൾ നൽകിയത്.